എല്ലാവർക്കും വീണ്ടും ഡോൺസ് കിച്ചൺ കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മുരിങ്ങയ്ക്കായും ഉണക്കച്ചെമ്മീനും എങ്ങനെ കറി വെക്കാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇപ്പോൾ മുരിങ്ങയ്ക്കായുടെ സീസണാണ്, മുരിങ്ങയ്ക്ക നന്നായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് മുരിങ്ങയ്ക്ക ഉണക്കച്ചെമ്മീനും വെച്ച് ഇങ്ങനെ കറി വെക്കുകയാണെങ്കിൽ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ മുരിങ്ങയ്ക്കായും ഉണക്കച്ചെമ്മീനും മാത്രം ഇട്ടാണ് കറി വെക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ചക്കക്കുരുവോ പച്ചമാങ്ങയോ ഉണ്ടെങ്കിൽ അതും ഇതിന്റെ കൂടെ വെക്കാമെങ്കിൽ, ഇതിന്റെ കൂടെ ചെയ്യാമെങ്കിൽ വളരെ നന്നായിരിക്കും. മുരിങ്ങയ്ക്ക ഉണക്കച്ചെമ്മീൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുരിങ്ങയ്ക്ക ഒരു 10 മുരിങ്ങയ്ക്ക കഴുകി ചിരണ്ടി കഴുകിയിട്ട് ഈ വലിപ്പത്തിൽ കഷ്ണമാക്കിയത്. പരിപ്പ് ഒരു കപ്പ് പരിപ്പ് വേവിച്ചെടുത്തേക്കുന്നത്. ഉണക്കച്ചെമ്മീൻ ഒരു 100 ഗ്രാം ഉണക്കച്ചെമ്മീൻ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തത്. തക്കാളി ഒരെണ്ണം, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 1/2 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി അരപ്പിനുള്ള ചേരുവകൾ എന്തെന്ന് നമുക്ക് നോക്കാം. അരമുറി തേങ്ങ ചിരണ്ടിയത്, 8 ചുവന്നുള്ളി, 4-5 വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില 2-3 എണ്ണം. പിന്നെ ലാസ്റ്റ് നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയ എണ്ണ ആവശ്യത്തിന്, ചുവന്നുള്ളി 2 എണ്ണം, കറിവേപ്പില കുറച്ച്, 3-4 വറ്റൽമുളക്. നമുക്ക് ഈ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി സ്റ്റവിൽ വെക്കാം. ഫ്ലെയിം ഒന്ന് ഓണാക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഇടുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മുളക് പൊടി 1/2 ടീസ്പൂണ്, കുറച്ച് ഉപ്പ്, തക്കാളി, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തീ നല്ല ഫ്ലെയിമിൽ തന്നെ വെക്കാം. നല്ലത് നന്നായിട്ടൊന്ന് വേവണം. നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചൊരു 10-15 മിനിറ്റ് ഒന്ന് വേവിക്കാം. വേറൊരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ആ ഉണക്കച്ചെമ്മീൻ കഴുകി വെച്ചതുണ്ടല്ലോ, ഒന്ന് എണ്ണയ്ക്കകത്ത് ഒരു എണ്ണ ഒഴിച്ചത് വഴറ്റി വെക്കാൻ കഴിഞ്ഞൊരു ടേസ്റ്റാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് വെന്ത് വരും, ഒരു പകുതി വേവാകുമ്പോൾ അല്ലെങ്കിൽ ആ മുരിങ്ങയ്ക്കയിലോട്ട് അത് ഇട്ടാലും മതി. ഞാനിതൊന്ന് ചൂടായിട്ടുണ്ട്, അതിലോട്ടൊന്ന് ഈ ഉണക്കച്ചെമ്മീൻ ഒന്നിട്ട്. ഇത് ഉണക്കച്ചെമ്മീൻ ഓൾറെഡി അതിൻ്റെ തലയൊക്കെ കളഞ്ഞിട്ട് കഴുകി വെള്ളം മാർന്ന് വെച്ചേക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് എടുത്താൽ മതി. ഇത് ചൂടാക്കി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നോർമലി വെന്ത് വരുമ്പോൾ അതിനകത്തോട്ട് ഇട്ടാലും മതി. ഈ ഉണക്കച്ചെമ്മീൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത്രയൊന്ന് വഴന്നാൽ മതി. ജസ്റ്റ് ഒന്ന് നമ്മളൊരു പാനിനകത്ത് ഇച്ചിരി എണ്ണ ചൂടാക്കിയതിനകത്ത് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ആ
കറിക്കകത്തിടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഓഫ് ചെയ്യുകയാണ്. നമുക്കത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള തേങ്ങായും ഒന്ന് അരച്ചെടുക്കാം. ആദ്യം തേങ്ങ ഇതിലേക്ക് മിക്സിയിലേക്ക് ഇടുക. ചുവന്നുള്ളിയും 2-3 ചുവന്നുള്ളി ഇട്ടാൽ മതി. 3-4 ചുവന്നുള്ളി ഇടാം. 2-3 കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ടാലും കുഴപ്പമില്ല കേട്ടോ. കട്ട് ചെയ്യാതിട്ടാലും കുഴപ്പമില്ല. നന്നായിട്ട് പേസ്റ്റായി എടുക്കണം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ അരയ്ക്കുന്നതിലൊരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് നമുക്ക് അരയ്ക്കാം. ആ ജീരകം കൂടി ഇട്ട് നന്നായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നല്ല ഫൈനായിട്ട് അരച്ച് എടുത്ത് വെക്കുക. നമുക്ക് ഈ കറിയുടെ തുറന്ന് നോക്കാം. ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉണക്കച്ചെമ്മീന് വഴറ്റിയത് ഇട്ട് കൊടുക്കാം. ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഒന്ന് മിക്സിക്കകത്തൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചു ഇടാം. എങ്ങനെ വേണേലും ഇടാം. അപ്പം ഞാൻ മൊത്തത്തിൽ അങ്ങ് ഇട്ടേക്കുവാണ്. ഇനി വീണ്ടും അതൊന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റിനോട് എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഉണക്കച്ചെമ്മീനോട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി നോക്കാം. ഏകദേശം കറിയായി വരുന്നു. നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് 1 കപ്പ്, പരിപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇങ്ങനെ പരിപ്പൊക്കെ ഇട്ട് വരുമ്പോൾ ഇച്ചിരി കറി കുറുകിയിരിക്കുമെന്ന് തോന്നിയാൽ നമുക്ക് ഇച്ചിരി തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. ഒരു ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊരു സ്വല്പം കൂടെ വേണം. മുരിങ്ങയ്ക്ക ആദ്യം വെന്തുടഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലത്. ഏകദേശം മുരിങ്ങയ്ക്കയും വെന്തിട്ടുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഈ പരിപ്പുമായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് വേണമെന്നില്ല, ഒരു 2 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തിളച്ചിട്ടുണ്ട്. പരിപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങ അരച്ചതോട് ഇതിനകത്തോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങയും ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, 2-3 കറിവേപ്പില, 1/2 സ്പൂൺ ജീരകം, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരച്ചതാണ്. ഇത് മിക്സി ഒന്ന് കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്തുകൂടെ ഒഴിക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാൻ വെക്കും. ഒന്ന് തേങ്ങയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് പോണ പോലെ തേങ്ങ ഒന്ന് വേവണം.
ഇനി അതുകൂടെ ഉള്ളു. അങ്ങനെ ഈ കറി ഈസിയാണ്. നമ്മൾ സാധനം എല്ലാം ഒന്ന് ഒരുക്കി വെക്കാമെങ്കിൽ ഒരു 15 മിനിറ്റ് മതി മൊത്തം ഒന്നാവാൻ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ തേങ്ങ അരക്കുകയും ആ ഉണക്കച്ചെമ്മീൻ ഒന്ന് എണ്ണയ്ക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കില്ല ഒന്നും അങ്ങനെ ചെയ്ത് വെക്കാമെങ്കിൽ ഇത് വളരെ ഈസിയാണ്. ഒരു 50 മിനിറ്റ്സ് മൊത്തത്തിൽ മതി. ഒന്ന് മുരിങ്ങയ്ക്കയൊക്കെ നമ്മളൊന്ന് നേരത്തെ എടുത്ത് കഷ്ണമാക്കി വെച്ചിരുന്നെങ്കിൽ. നമുക്ക് ഇനി ഒരു 5 മിനിറ്റ് അതൊന്ന് വേവട്ടെ. തേങ്ങയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി തേങ്ങ ഒന്ന് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അത് റെഡി ഒരു 5 മിനിറ്റ് ഉണ്ടല്ലോ, അത് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് കടുക് താളിക്കാനുള്ളത് ഒന്ന് താളിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം. ഞാൻ എല്ലാത്തിനും മിക്കവാറും ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മീൻകറി, അങ്ങനെ നമ്മുടെ നാടൻ മീൻകറി അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യാറ്. ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പാൻ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയുടെ ഒരു ടീസ്പൂൺ എണ്ണ മതി. അതിലേക്ക് നമുക്ക് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇടാം. എണ്ണ നന്നായിട്ട് ചൂടായില്ലെങ്കിൽ പിന്നെ കടുക് പൊട്ടാൻ താമസമാവും. ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊരു 1/2 സ്പൂൺ കടുക് ഇട്ടു. കടുകൊന്ന് പൊട്ടിക്കോട്ടെ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി തീരട്ടെ. ഇപ്പം ചെറിയ തീയിലേ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കരിയും. ഏകദേശം കടുകൊക്കെ പൊട്ടി തീരാറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചത്, കറിവേപ്പില എടുത്ത് ഇത് സൂക്ഷിച്ച് വേണം കറിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ വറ്റൽ മുളകും അതിലേക്ക് ഇടുക. നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതുവരെ ഒന്ന് വഴറ്റുക. അപ്പം നമ്മൾ ആ കറി ആവുന്ന സമയം കൊണ്ട് ഇത് ചെയ്ത് വെക്കാൻ സമയവും നമുക്ക് എളുപ്പമാവും. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറിയും റെഡിയാവും. കറിക്കകത്തോട്ട് ഈ കടുക് താളിച്ചത് ഇട്ടാൽ മതിയാവും. ഇതിനകത്ത് പ്രത്യേകിച്ച് പൊടിയൊന്നും ചേർക്കേണ്ടതില്ല. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കറി റെഡി ആയിട്ടുണ്ട്. കറിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക കണ്ടാൽ മനസ്സിലാവും. ഒന്ന് ഞെക്കി നോക്കാം. കേട്ടോ, മുരിങ്ങയ്ക്ക പൊളന്ന് പോയിട്ടില്ലെന്നേ ഉള്ളൂ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് എളുപ്പം മുരിങ്ങയ്ക്കായിരുന്നു, അതുകൊണ്ട് അധികം വേവില്ല. കറി നമുക്ക് ഓഫ് ചെയ്യാം. കറി ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ കടുക് പൊട്ടിച്ച് വെച്ചത്, കടുക് താളിച്ച് വെച്ചത് ഇതിലേക്ക് ഇടാം. അങ്ങനെ മുരിങ്ങയ്ക്ക ചെമ്മീൻ കറി
റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു സെർവിങ് ഡിഷിലേക്ക് ഒഴിച്ച് മാറ്റി കാണിക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്ക ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കൂട്ടാൻ തോന്നും. ഇത് മാത്രം മതി നമുക്ക് ചോറിന് കൂട്ടാൻ. ഇത് ചപ്പാത്തിക്ക് കൂട്ടുന്നതിന് കുഴപ്പമില്ല, ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ കൂട്ടാവുന്നതാണ്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പും എല്ലാം ആവശ്യത്തിനുണ്ട്. ആ ഉണക്ക ചെമ്മീൻ്റെ ആ ടേസ്റ്റും അതിലോട്ട് ഇറങ്ങിയേക്കുന്നു. മുരിങ്ങയ്ക്കയുടെ ടേസ്റ്റും ഒക്കെ ഇറങ്ങി നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി ഉണ്ടാക്കാറുള്ള കറികളാണ്. ഇപ്പം ഈ ഗൾഫ് ഏരിയയിലൊക്കെ, ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ഇപ്പം മുരിങ്ങയ്ക്ക നന്നായിട്ട് കിട്ടാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, മുരിങ്ങയ്ക്കായും ഉണക്കച്ചെമ്മീനും ഒക്കെ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഈ റെസിപ്പിയെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വിഭവമായിട്ട്